മലയാള സിനിമയിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് കരുതുന്ന അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമ കോൺക്ലേവ് തുടരുകയാണ്. ഇന്നത്തെ ദിവസം കൂടി വളരെ പ്രാധാന്യത്തോടെ ഈ കോൺക്ലേവിലെ ചർച്ചകൾ തുടരും. ആ കോൺക്ലേവിൽ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് പുതിയ സിനിമാ നയമാണ്. പുതിയ സിനിമകൾക്കെതിരെയുള്ള റിവ്യൂ ബോംബിംഗ് നിയമത്തിലൂടെ തടയാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത്. പണം കൈപ്പറ്റിയുള്ള റിവ്യൂകളും അവ പിൻവലിക്കുന്നതിന് പണം ആവശ്യപ്പെടുന്നതുമൊക്കെ ഇപ്പോൾ വളരെ സാധാരണമായി സംഭവിക്കുന്നുണ്ട്. ഇത് കുറ്റകരമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സിനിമാ നയത്തിന്റെ കരടിലാണ് ഇക്കാര്യമുള്ളത്. വ്യാജ പതിപ്പും നിയമവിരുദ്ധ പ്രദർശനങ്ങളും തടയാനും ശക്തമായ നടപടികളുണ്ടാകും. റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ റിവ്യൂ ബോംബിങ്ങിലൂടെ സിനിമകളെ തകർക്കലാണ് സമീപകാലത്ത് സിനിമാ വ്യവസായം നേരിടുന്ന വലിയ വെല്ലുവിളി. സിനിമാ നിരൂപണത്തിന് പണം വാങ്ങുന്നതും നൽകാത്തവർക്കെതിരെ അനാശാസ്യ വിമർശനമുയർത്തി സിനിമകളെ തകർക്കുന്നതും പതിവാണ്. നിർമ്മാതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും വലിയ തലവേദന ഉണ്ടാക്കുന്ന റിവ്യൂ ബോംബിംഗ് അവസാനിപ്പിക്കുമെന്ന് കരട് സിനിമാ നയം പറയുന്നു. റിവ്യൂ ബോംബിംഗ് അനീതിയാണ്. പണം നൽകി പ്രചരിപ്പിക്കുന്ന റിവ്യൂകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സുതാര്യമായ വിവരങ്ങൾക്കുള്ള സിനിമാ പ്രേമികളുടെ അവകാശവും ലംഘിക്കപ്പെടുകയാണ്. മോശം അവലോകനം ഒഴിവാക്കുന്നതിന് പണം ആവശ്യപ്പെടുന്നത് പണം തട്ടിയെടുക്കലാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഇത് ശിക്ഷാർഹമാണ്. ഇത് തടയാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കരട് സിനിമാ നയം ചൂണ്ടിക്കാട്ടുന്നു. കുറ്റവാളിയെ ഉചിതമായ ഫോറത്തിന് മുമ്പാകെ ഹാജരാക്കി പരാതിക്ക് പരിഹാരം കാണുന്നതിന് സർക്കാർ സൗകര്യമൊരുക്കും. ഉയർന്ന നിലവാരം ഉറപ്പാക്കി ആധികാരികവും യഥാർത്ഥവുമായ വിവരങ്ങൾ നൽകുന്നതിന് ആനുകാലിക സംവിധാനം സർക്കാർ തലത്തിൽ രൂപീകരിക്കുമെന്നും വാഗ്ദാനമുണ്ട്. മുഖ്യധാര സിനിമകളെപ്പോലും റിവ്യൂ ബോംബിങ്ങിലൂടെ നഷ്ടത്തിലേക്ക് തള്ളിയിടുന്നതിന് അറുതി വരുത്താനാണ് സർക്കാരിന്റെ ശ്രമം. സിനിമകളുടെ വ്യാജപതിപ്പും നിയമവിരുദ്ധ പ്രദർശനവും തടയാനും നടപടികൾ ശക്തമാക്കും. പോലീസിലെ ആന്റി പൈറസി സെൽ ശക്തിപ്പെടുത്തും. സമർപ്പിത ഡാറ്റ കോറിഡോർ വരുന്നതോടെ ഓൺലൈൻ വഴിയുള്ള ചോർച്ച തടയാനാകുമെന്നാണ് പ്രതീക്ഷ. ഭൗതിക സ്വത്തവകാശ നിയമത്തിൽ നിയമവിരുദ്ധമായ സിനിമാ പ്രദർശനവും ഉൾക്കൊള്ളിക്കും. പബ്ലിക് ഡൊമൈനിൽ നിന്ന് പൈറേറ്റഡ് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി സഹകരിക്കുമെന്നും കരട് സിനിമാ നയത്തിൽ സർക്കാർ പറയുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.